ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഫ്രണ്ടിൽ ഡോർ തുറന്നപാട് കണ്ട കാഴ്ചയാണ്. ഇതാ നോക്കിയേ, കുറേ ബടന്മാരെ കണ്ടോ? ഇവരെ പേടിച്ച് ഇപ്പം മുറ്റത്ത് കീയാൻ കഴിയാത്ത അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഇന്ന് എൻ്റെ ഉമ്മാനെയും കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പൊടീൻ്റെ ദോശയായിരുന്നു. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചായൻ്റെ കൂടെ ഈ ഒരു ബ്രെഡ് കഴിച്ചേ. അത് കഴിച്ചു. പിന്നെ ഒരു 10:30 മണിയാകുമ്പോഴേക്ക് ഓട്ടോ വന്നു. അങ്ങനെ ഉമ്മാനെയും കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഉമ്മക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഞാൻ തന്നെയാണ് കൈ പിടിച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓറയും കൊണ്ട് പോയി. ഇവിടെ അടുത്ത് തന്നെയാണ് നോബൽ ലാബാണ്. അങ്ങനെ അവിടത്തേക്ക് പോയി. അപ്പോൾ ഇന്ന് വേറൊരു സ്ഥലത്തും കൂടി ഇതാണ് ലാബ്. വേറൊരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. എവിടെയല്ല, എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് പിന്നെ 1.5 മണിക്കൂർ ഇരിക്കണം കേട്ടോ. അങ്ങനെ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ കുറേ ടൈം ഇരുന്നു. സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഇക്കാൻ്റെ വീട്. അവിടെ എത്തി. ഉച്ചയ്ക്ക് ഒരു 1.5 മണിയാകുമ്പോൾ ഫുഡ് കഴിച്ചു. ബിരിയാണിയാണ്, അത് കഴിച്ചു. പിന്നെ അവിടെ പൂച്ചയുണ്ട് കേട്ടോ. ഇതാ നോക്കിയേ, എൻ്റെ ഇക്കാൻ്റെ മോളാണത്. അപ്പോൾ ഓളിങ്ങനെ എടുത്ത് കാണിച്ചു തന്നു. എനിക്ക് പേടിയാന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര കുസൃതിയാണേ. നമ്മളെ കൈമേൽ ഫോൺ കണ്ടിട്ട് അത് കിട്ടാനുള്ള കളിയെല്ലാം കളിച്ചിട്ടുണ്ട് അതിന് കുറേ ടൈം. ഞാൻ അരിയത്തേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും, ഫോൺ കണ്ടിട്ടാണ്. എന്നിട്ട് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അരിയത്ത് പോവില്ല കേട്ടോ. എൻ്റെ അടുത്ത് ആദ്യം ഇതുപോലത്തെ ഒരു പൂച്ച ഉണ്ടായിന് കേട്ടോ. ഞാൻ പിന്നെ അതിന് നോക്കാനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ കൊടുത്തതാണ്. എനിക്കിഷ്ടമാണ്, പക്ഷെ എന്നാലും ഒരു പേടിയൊക്കെ ഉണ്ട്. അത് ഫോൺ കണ്ടിട്ടാണ് കണ്ട തുള്ളുന്നണ്ട. അങ്ങനെ കുറേ ടൈം ഈ പൂച്ചയായിട്ട് സ്പെൻഡ് ചെയ്തു കേട്ടോ. കാത്തു എന്നാണ് പേര്. അങ്ങനെ ഓളുമായിട്ട് ആള് പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് കൂടുതൽ അടുപ്പിക്കുന്നില്ല കേട്ടോ നമ്മളെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ആദ്യം നിന്ന സ്ഥലമാണ് ഇത്. പള്ളിപ്പുറം എന്ന് പറയുന്നത് നമ്മൾ വാടകയ്ക്ക് ഇവിടെ നിന്നിന്. ഇപ്പം നിൽക്കുന്ന വീട് സ്വന്തം വീട് തന്നെയാണ്. ആദ്യം ഇവിടെ ഒരു ഓടിട്ട വീട്ടിൽ കുറേ നിന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടേക്കെല്ലാം പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും എൻ്റെ ഇത്താത്തയും പിള്ളേരൊക്കെ പോയി കേട്ടോ. ഇത് ഈ കാണുന്ന ഓടിട്ട വീടാണേ. അങ്ങനെ അവിടെ എത്തി. അവിടെ മുറ്റം വരെ പോയിട്ടൊന്നുമില്ല. അവിടെ ഇപ്പോൾ വേറെ ആൾക്കാരുണ്ട് താമസിക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ ഒരു പഴയ ഓർമ്മകളൊക്കെ വന്നിട്ടാ മനസ്സിൽ. കല്യാണം കഴിയുന്നതിന് മുന്നേ ഉണ്ടായതാണ്. അങ്ങനെ അതൊക്കെ കണ്ടിച്ച് അവിടുന്ന് നമ്മൾ പുതിയ പാലം പണിയെടുക്കുന്ന സ്ഥലമുണ്ട്, അവിടത്തേക്ക് പോയി. കുറേ ടൈം നടന്നു കേട്ടോ. നടന്ന ക്ഷീണമൊന്നുമില്ല, സംസാരിച്ചുകൊണ്ട് പിന്നെ ഇങ്ങനെ കാഴ്ച കാണുമ്പോൾ നടന്നതിനുള്ള ക്ഷീണമൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ നടന്നതാ. ഈ കാണുന്ന സ്ഥലത്താണ് പണിയെടുക്കുന്നത്, പാലം പണിയെടുക്കുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഈ പണിയുണ്ട്, പാലം പണി എടുക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു ഹൈവേ റോഡ് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിതാ ഇങ്ങനെ നടന്ന് ലാസ്റ്റ് ഇവിടെ എത്തി കേട്ടോ. കുറേ നടക്കാനുണ്ടായിന്. പിന്നെ സംസാരിച്ചുകൊണ്ട് നടന്നുകൊണ്ട് അതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഇപ്പോൾ ഈ പാലത്തിൻ്റെ ചെറിയൊരു പാലുണ്ട്, ആ പാലത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് കാണുന്നത് മീനുണ്ടായിട്ടാണ് നോക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ഞാൻ പിന്നെ സൂമാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. അത് അങ്ങ് കാണുന്നുണ്ടോ, തോണിയൊക്കെ ഉണ്ട്, കണ്ടൽക്കാടും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇതിലോട്ട് കുറേ മീൻ പോകുന്നുണ്ടായിന്. ഞാൻ പിന്നെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. സൂം ചെയ്തിട്ട് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ഇതാ പള്ളത്തിയൊക്കെ ഉണ്ട് കേട്ടോ. പള്ളത്തി, പിന്നെ ഈ പ്രാച്ചി എന്നൊക്കെ പറയുന്ന മീനുണ്ടാവില്ലേ, അതുവേ. പണ്ട് നമ്മൾ ഇങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കാനൊക്കെ പോക്കുണ്ട്, പക്ഷെ ഒന്നും കിട്ടലൊന്നുമില്ല. അതായത് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, പള്ളത്തി എന്ന് പറയുന്ന മീനില്ലേ, അതും പിന്നെ പ്രാച്ചി അങ്ങനത്തെ മീനെല്ലാം ഉണ്ട്. പിന്നെ വലിയ വലിയ മീൻ അപ്പുറത്ത് ഭാഗത്ത് ഉണ്ടായിന്, അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ട് കാണിക്കാൻ പറ്റിയില്ല. ഇവിടെയാണ് പണിയെടുക്കുന്നത് കേട്ടോ. ആടെ ആദ്യം ബ്ലോക്കൊക്കെ ചെയ്തിന്, അങ്ങോട്ടേക്ക് വാഹനമൊന്നും കടക്കാത്ത വിധത്തിൽ. പിന്നെ അവിടുന്ന് എൻ്റെ ഇക്കാക്കൻ്റെ മോൻ്റെ വണ്ടിയിൽ
അവിടുന്ന് എസ്കേപ്പായി കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഇതാ ചായ കുടിച്ചു. ചായൻ്റെ കൂടെ ഈ സമൂസയും പിന്നെ പഴംപൊരിയും ഉണ്ടായിന്, അതും കഴിച്ചു. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ കിട്ടി, രാത്രി ആയാലും വീട്ടിലേക്ക് പോയി. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.